US പ്രസിഡന്റായി അധികാരമേറ്റാൽ മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുമെന്നായിരുന്നു പുടിൻ്റെ പ്രഖ്യാപനം. എന്നാൽ പ്രസിഡന്റായി സ്ഥാനമേറ്റ് മാസങ്ങൾ കഴിയുമ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ നടത്തിയെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. മാത്രമല്ല, റഷ്യ ഇപ്പോൾ അതിശക്തമായ ആക്രമണമാണ് യുക്രൈനിൽ നടത്തുന്നത്. പിന്നാലെ രൂക്ഷ പ്രതികരണമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. യുക്രൈനിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഭ്രാന്തൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയതിന് മറുപടിയായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ അതിരൂക്ഷ പ്രതികരണം. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച ശേഷം ഏറ്റവും കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം യുക്രൈന് മേൽ റഷ്യ നടത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് പുടിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത്. യുക്രൈനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചാൽ അത് റഷ്യയുടെ പതനത്തിലേക്ക് തന്നെ നയിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപ് അധികാരമേറ്റ ശേഷം റഷ്യ യുക്രൈൻ ബന്ധം മെച്ചപ്പെട്ടു വരികയായിരുന്നു. ഇതോടെ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി മാറിയിരിക്കുന്നു. റഷ്യയിലെ പുടിനുമായി എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയാളൊരു ഭ്രാന്തനായി അനാവശ്യമായി ആളുകളെ കൊന്നൊടുക്കുന്നു. ഞാൻ പട്ടാളക്കാരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്നു. യുക്രൈനെ മുഴുവൻ പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ. അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കും. മുമ്പും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ തൃപ്തനല്ല. എന്താണ് പുടിന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. യുക്രൈനിലെ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് അയാൾ ആളുകളെ കൊല്ലുകയാണ്. അതെനിക്കൊട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് പുടിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും ട്രംപ് വിമർശിച്ചു. അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നു. എനിക്കതൊട്ടും ഇഷ്ടമല്ല. അത് നിർത്തുന്നതാണ് നല്ലത്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു US പ്രസിഡന്റെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. യുദ്ധം തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് സെലൻസ്കിയുടെയും പുടിൻ്റെയും ബൈഡൻ്റെയും യുദ്ധമാണ്, ട്രംപിൻ്റെ യുദ്ധമല്ല, ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഷ്യയും യുക്രൈനും സമാധാന ചർച്ച നടത്തിയിരുന്നു. ഇതോടെ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയും ഉയർന്നിരുന്നു. യുദ്ധം ആരംഭിച്ച് 3 വർഷത്തിന് ശേഷം ആദ്യമായാണ് റഷ്യയും യുക്രൈനും സമാധാന ചർച്ച നടത്തിയത്. തുർക്കിയുടെ മധ്യസ്ഥതയിലാണ് റഷ്യ യുക്രൈൻ പ്രതിനിധി സംഘം ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തിയത്. സമാധാനം സാധ്യമാകണമെങ്കിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ തയ്യാറാകണമെന്നും തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയും യുദ്ധത്തടവുകാരെയും ഉടൻ വിട്ടയക്കണമെന്നും യുക്രൈൻ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. എന്നാൽ കൂടുതൽ വിദേശ ആയുധങ്ങൾ സമാഹരിക്കാനുള്ള ഇടവേളയായി വെടിനിർത്തലിന് യുക്രൈൻ ഉപയോഗിക്കാനുള്ള സാധ്യതയും ചർച്ചയിൽ റഷ്യ ചൂണ്ടിക്കാട്ടി. 30 ദിവസം വെടിനിർത്തൽ വേണമെന്ന യുക്രൈൻ്റെ ആവശ്യം റഷ്യ നേരത്തെ തന്നെ തള്ളിയിരുന്നു. നേരിട്ട് ചർച്ച നടത്താനുള്ള പുടിൻ്റെ ക്ഷണം സെലൻസ്കി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് മറുപടി റഷ്യ നൽകിയതുമില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകൾക്കായി ഇസ്താംബൂളിലെത്തിയിരുന്നു. സമാധാനം കൈവരുമെന്ന പ്രതീക്ഷയോട് അടുത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി മാറിയിരിക്കുന്നത്.